നമസ്കാരം. ഞാൻ കലാശാല മുരളി. ഈ കർക്കിടക മാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. കർക്കിടക മാസം രാമായണ മാസം എന്നാണല്ലോ കൂടുതലും അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഈ കർക്കിടക മാസത്തെ രാമായണ മാസമെന്ന് വിളിക്കുകയും രാമായണ പാരായണം എല്ലാ ഗ്രഹങ്ങളിലും ഈ കർക്കിടക മാസത്തിൽ ഉണ്ടാകണമെന്നും എല്ലാവരും പറയുന്നത്? അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഈ ആധുനിക കാലഘട്ടത്തിൽ രാമായണത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. രാമായണം എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിരിക്കണം. നമ്മളിൽ പലരും രാമായണം കർക്കിടക മാസത്തിൽ വായിക്കുന്നത് ശ്രീരാമൻ്റെ ജന്മമാസമാണെന്നാണ് പലരും ധരിച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. ജാതകപ്രകാരം അല്ലെങ്കിൽ ജ്യോതിഷപ്രകാരം കർക്കിടക ലഗ്നത്തിലാണ് ശ്രീരാമൻ ജനിച്ചിരിക്കുന്നത്, അല്ലാതെ കർക്കിടക മാസത്തിലല്ല. എന്താണ് ഈ ആധുനിക കാലഘട്ടത്തിൽ രാമായണത്തിൻ്റെ പ്രസക്തി? നമുക്ക് രാമരാജ്യം ഉണ്ടാകണം എന്നൊക്കെയും നമ്മളിൽ പലരും പ്രസംഗിക്കാറുണ്ട്, പറയാറുണ്ട്. എന്താണ് രാമരാജ്യം? സമാധാനത്തോടെ, അക്രമങ്ങളില്ലാതെ, കള്ളത്തരങ്ങളില്ലാതെ, ജനങ്ങളെല്ലാവരും സഹകരിച്ച് സ്നേഹത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു ജനത. അതിനെയാണ് രാമരാജ്യം എന്ന് പറയാറുള്ളത്. ശ്രീരാമൻ്റെ ജീവിതകഥയാണല്ലോ രാമായണം. ആ ജീവിതകഥ നമ്മുടെ ജീവിതത്തിലും, രാമൻ്റെ ജീവിതം നമ്മുടെ ജീവിതത്തിലും ഉൾക്കൊള്ളിക്കാൻ നമ്മൾ ശ്രമിക്കുക. അപ്പോൾ രാമായണത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്, ഒരു നല്ല കുടുംബം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് രാമായണത്തിൻ്റെ പ്രസക്തി. രാമായണത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആദർശം. അല്ലാതെ നമ്മൾ രാമായണം വായിച്ചു കഴിഞ്ഞ് ശ്രീരാമനും സീതയൊക്കെ കൂടി വനവാസത്തിന് പോയെന്നും രാവണൻ സീതയെ കട്ടുകൊണ്ട് പോയെന്നും രാവണനെ നിഗ്രഹിച്ച് സീതയെ വീണ്ടെടുത്ത് കൊണ്ടുവന്നെന്നും ഒക്കെ, അതൊക്കെ കഥകളാണ്. അപ്പോൾ ആ കഥയ്ക്കുള്ളിലെ കഥ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അപ്പോൾ മാത്രമേ രാമായണത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് നമുക്ക് മനസ്സിലാകൂ. അച്ഛനെ അനുസരിക്കുന്ന മകൻ, ഭർത്താവിനെ അനുസരിക്കുന്ന ഭാര്യ, ജ്യേഷ്ഠനെ അനുസരിക്കുന്ന അനുജൻ, ഇത്രയുമാകുമ്പോൾ ആ കുടുംബം സമാധാനത്തോടെയും സമ്പൽ സമൃദ്ധിയോടെയും മുന്നോട്ട് പോകും. അപ്പോൾ കുടുംബങ്ങൾ ചേരുന്നതാണല്ലോ രാജ്യം. അപ്പോൾ ആ രാജ്യം രാമരാജ്യമായി മാറും. അതുകൊണ്ടാണ് രാമരാജ്യം നമ്മൾ സ്വപ്നം കാണുന്നത്. ശ്രീരാമൻ്റെ ജീവിതവും അങ്ങനെ തന്നെയായിരുന്നു. ശ്രീരാമൻ്റെ ജീവിതം ദുഃഖങ്ങൾ നിറഞ്ഞതായിരുന്നു. എന്നിവരിൽ തന്നെയും സത്യത്തെയും ധർമ്മത്തെയും കൈവിട്ട് അദ്ദേഹം ഒരിക്കലും ജീവിച്ചിട്ടില്ല. സ്വന്തം അനുജനെ ഉപേക്ഷിക്കേണ്ടി വന്നപ്പോഴും ആരോപണങ്ങൾക്ക് വിധേയയായ സീത പതിവ്രതയാണെന്ന് ശ്രീരാമന് മനസ്സിലായിട്ടുണ്ടെന്നിവരിൽ തന്നെയും ആളുകളുടെ ആരോപണങ്ങളെ, അതിനെ അതിജീവിക്കാൻ വേണ്ടി സ്വന്തം ജീവിത സഖിയെപ്പോലും ഉപേക്ഷിക്കാൻ തയ്യാറായ ഒരു ഭരണാധികാരിയായിരുന്നു രാമൻ. സത്യം നിലനിർത്താൻ വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നു. അത്രയ്ക്കും സത്യസന്ധനായിരുന്നു ശ്രീരാമൻ. ആ ശ്രീരാമൻ്റെ ജീവചരിത്രമാണ് രാമായണം. ഒരു ജീവിത പ്രതിസന്ധിയെ നമ്മൾ നേരിടുമ്പോൾ ആ പ്രതിസന്ധിയെ എങ്ങനെ തരണം ചെയ്യാം എന്നുള്ള ഒരധ്യായമാണ് രാമായണത്തിലെ ലക്ഷ്മണോപദേശം. സ്വന്തം അനുജനായ ലക്ഷ്മണന് ശ്രീരാമൻ ഉപദേശിച്ചു കൊടുക്കുന്ന ഉപദേശമാണ് ലക്ഷ്മണോപദേശം. അത് ജീവിത പ്രതിസന്ധിയെ തരണം ചെയ്യാൻ വേണ്ടിയുള്ള തന്ത്രങ്ങളാണ്. നമ്മളതൊക്കെയും മനസ്സിലാക്കുകയും ആ രാമായണം
ദിവസവും നമ്മൾ പാരായണം ചെയ്യുകയും അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ കുറച്ചെങ്കിലും നടപ്പാക്കാൻ നമ്മൾ ശ്രമിക്കുക. നമ്മുടെ കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് രാമചരിതം വായിക്കുകയും കേൾക്കുകയും കുട്ടികളെ ശ്രീരാമൻ്റെ ജീവിതം പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്താൽ ഒരു നല്ല രാമരാജ്യം, സമാധാനപൂർവമായ ഒരു രാജ്യം, സന്തോഷത്തോടെ സമാധാനത്തോടെ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു രാമരാജ്യം നമുക്ക് കെട്ടിയുയർത്താം, കെട്ടിപ്പടുക്കാം. അതിനുവേണ്ടി നമുക്കെല്ലാവർക്കും ശ്രമിക്കാം. ജാതിമത ഭേദമന്യേ രാമായണത്തിൻ്റെ ആ സത്ത ഉൾക്കൊണ്ട് നമുക്ക് മുന്നേറാം. നമസ്കാരം.